എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ SSLC റിസൾട്ട് ഇന്ന് 3 മണിക്ക് വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ SSLC റിസൾട്ട് അറിഞ്ഞ ശേഷം എങ്ങനെയാണ് വിദ്യാർത്ഥികളുടെ SSLC റിസൾട്ടിൻ്റെ മാർക്ക് പെർസെൻറ്റേജ്, അതായത് മാർക്കിൻ്റെ ശതമാനം എങ്ങനെയാണ് കണക്കാക്കുക, അതായത് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട സംശയമാണ്. സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് ഈ വർഷത്തെ SSLC റിസൾട്ടിൻ്റെ മാർക്ക് ശതമാനം അറിയാം. നിങ്ങൾക്ക് ഒരു വിഷയത്തിന് എത്ര മാർക്ക് ലഭിച്ചു എന്നുള്ളത് കൂടി നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വഴി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ആ ഒരു കാര്യം നോക്കാം, എങ്ങനെയാണ് ഈ റിസൾട്ടിൻ്റെ ആ ഒരു പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, അതായത് ഒരു വിഷയത്തിന് A+ ആണ് കിട്ടുന്നതെങ്കിൽ അതിൻ്റെ ആ ഒരു A+ൻ്റെ വില എന്ന് പറയുന്നത് 9 ആണ്. A ഗ്രേഡ് ആണെങ്കിൽ A ഗ്രേഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 8 ആണ്. അതുപോലെ തന്നെ B+ ആണെങ്കിൽ Aയും, B ഗ്രേഡ് ആണെങ്കിൽ 6ഉം, അതുപോലെ തന്നെ C+ ആണെങ്കിൽ 5ഉം, C ആണെങ്കിൽ 4 മാർക്കും, അതുപോലെ തന്നെ D+ ആണെങ്കിൽ 3ഉം, അതുപോലെ D ആണെങ്കിൽ 2ഉം, E ആണെങ്കിൽ 1ഉമാണ് വരിക. ഈ ഒരു രീതിയിലാണ് ഗ്രേഡ് വാല്യൂ വരുന്നത്. അപ്പോൾ A+ ആണ് കിട്ടിയതെങ്കിൽ 9 ആണ് വരിക. അപ്പോൾ നമുക്ക് ഒരു ഉദാഹരണത്തിന് ഒരു വിദ്യാർത്ഥിക്ക് ലഭിച്ചിട്ടുള്ളത് 10 A+ ആണെന്ന് കരുതുക. 10 A+ ആണ് ഒരു വിദ്യാർത്ഥിക്ക് കിട്ടിയത്. ആ ഒരു വിദ്യാർത്ഥിയുടെ പെർസെൻറ്റേജ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ ഈ ഒരു 10 എന്നുള്ളത് ജസ്റ്റ് ഒന്ന് എഴുതുക. 10 വിഷയങ്ങളുണ്ട്, അപ്പോൾ ആ ഒരു 10 ആണ് ഈ ഒരു 10. അപ്പോൾ ഇതിന് ശേഷം A+ൻ്റെ വില എത്രയാണെന്ന് നോക്കാം. ഇവിടെ 9 ആണ്, അപ്പോൾ 9 എന്ന് എഴുതുക. അപ്പോൾ 9 എന്ന് എഴുതിയ ശേഷം നിങ്ങൾക്ക് ടോട്ടൽ ഗുണിക്കുക. ഗുണിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10 × 9 90 ആണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ആ ഒരു 90 കിട്ടി. അപ്പോൾ ഈ ഒരു 90നെ 100/90 കൊണ്ട് ഗുണിക്കുക. അത് 100%ലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ 100 ഹരിക്കണം 90, 100 ഹരിക്കണം 90 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് 90 ഒരു തവണ പോകും, അപ്പോൾ 1. അപ്പോൾ 1 × 100 100. അപ്പോൾ 100% മാർക്കാണ് ആ ഒരു വിദ്യാർത്ഥിക്ക് കിട്ടിയത്. ഇതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്നുള്ളത് മനസ്സിലാക്കാം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു വിദ്യാർത്ഥിക്ക് ഒരു A+ ആണ് കിട്ടിയതെന്ന് കരുതുക. അതിനുശേഷം ഒരു 8 A ഗ്രേഡും അതുപോലെ തന്നെ ഒരു B+ഉമാണ് കിട്ടിയത് എന്ന് കരുതുക. അപ്പോൾ ടോട്ടൽ നിങ്ങൾക്ക് നോക്കുന്ന സമയത്ത് ഇവിടെ 10 സബ്ജക്റ്റുകളുണ്ട്. അപ്പോൾ 1 ഗുണിക്കണം A+ൻ്റെ വില എന്ന് പറയുന്നത് 9 ആണ്. ഇവിടെ നിങ്ങൾക്ക് 9 കാണാം, 9 ആണ്. ഇത് പ്ലസ് 8 × A ഗ്രേഡാണ്. A ഗ്രേഡിൻ്റെ വില എന്ന് പറയുന്നത് 8 ആണ്. അപ്പോൾ 8 × 8. അതുപോലെ തന്നെ ഈ ഒരു B+ ആണുള്ളത്. B+ൻ്റെ വില എന്ന് പറയുന്നത് A ആണ്. അപ്പോൾ 1 × B+ൻ്റെ വില A. അപ്പോൾ ടോട്ടൽ നോക്കുന്ന സമയത്ത് 9+, അതുപോലെ തന്നെ 8 64+, അതുപോലെ തന്നെ ഒരു A ആണ്. അപ്പോൾ A കിട്ടി. ഇനി നമുക്ക് ടോട്ടൽ ബാക്കി എത്ര ഉണ്ട് എന്നുള്ളത് നോക്കാം. അതായത് ഈ ഒരു 64ഉം Aയും 71ഉം 9ഉം 80. അപ്പോൾ 80 ആണ് കിട്ടിയുള്ളത് എന്ന് മനസ്സിലാക്കാം. ഇനി ഈ ഒരു 80നെ 100/90 കൊണ്ട് ഗുണിക്കുക. അതായത് ഈ ഒരു 80 മാർക്കിനെ 100/90 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ ഗുണിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര മാർക്കാണ്, അത് എത്ര പെർസെൻറ്റേജാണ് ലഭിച്ചിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ഇത് ജസ്റ്റ് കാൽക്കുലേറ്റർ വെച്ച് ചെയ്യേണ്ടതായിട്ട് വരുന്നതാണ്, കാരണം ദശാംശ സ്ഥാനങ്ങൾ വരുന്നതായിരിക്കും. അപ്പോൾ ദശാംശത്തിന് ശേഷം ഏകദേശം 2 സ്ഥാനങ്ങളോ 3 സ്ഥാനങ്ങളോ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് ചെക്ക് ചെയ്യാനായിട്ട്, അതായത് എത്ര പെർസെൻറ്റേജ് മാർക്ക് കിട്ടി എന്നുള്ളത് അറിയാനായിട്ട് സാധിക്കുക. അപ്പോൾ ഇത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എത്ര കിട്ടി എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഗ്രേഡ് കിട്ടുക എത്രയാണെന്ന് ചോദിച്ചാൽ 88.88 എന്ന് പറഞ്ഞുകൊണ്ടാണ് കിട്ടുക. അതായത് 89% എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ആ ഒരു വിദ്യാർത്ഥിക്ക് 89% മാർക്ക് ലഭിച്ചു എന്നുള്ളത് സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു വിദ്യാർത്ഥിക്ക് എത്ര മാർക്ക്, എത്ര A+ അല്ലെങ്കിൽ A ഗ്രേഡ് അല്ലെങ്കിൽ ഏത് ഗ്രേഡാണ് കിട്ടിയത് എന്നുള്ളത് ജസ്റ്റ് ആദ്യം എടുത്ത് നിങ്ങൾ ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നിങ്ങൾ എഴുതുക. അപ്പോൾ എഴുതിയ ശേഷം ആ ഒരു എത്ര ഗ്രേഡ് കിട്ടി, അതുപോലെ ആ ഒരു ഗ്രേഡിൻ്റെ വാല്യൂ എത്രയാണെന്നുള്ളത് ജസ്റ്റ് നോക്കിയ ശേഷം ആ ഒരു ഗ്രേഡ് വാല്യൂ എത്രയാണെന്നുള്ളതും അതുപോലെ തന്നെ ആ ഒരു ഗ്രേഡിൻ്റെ വാല്യൂ എത്രയാണെന്നുള്ളത് മനസ്സിലാക്കി അതിനെ ആ ഒരു കാൽക്കുലേറ്റ് ചെയ്യുക.
കാൽക്കുലേറ്റ് ചെയ്ത ശേഷം ആ ഒരു കിട്ടുന്ന വിലയെ 100/90 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എത്ര പെർസെൻറ്റേജ് മാർക്ക് ലഭിച്ചു എന്നുള്ളത് സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എങ്ങനെ ഈ ഒരു മാർക്കിൻ്റെ പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളത് മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ ദശാംശത്തിന് ഇപ്പുറം 5ന് മുകളിലാണ് വരുന്നതെങ്കിൽ ആ ഒരു ദശാംശത്തെ ഒഴിവാക്കി നിങ്ങൾക്ക് ഒന്നിനെ ഇങ്ങോട്ടാക്കാം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 88.88 എന്നാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് 5ന് മുകളിലായതുകൊണ്ട് തന്നെ ഒന്നിനെ ഇപ്പുറത്തേക്ക് മാറ്റിയിട്ട് അതായത് 89% എന്ന് നിങ്ങൾക്ക് സിമ്പിളായിട്ട് പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.